ചാമ്പയ്ക്ക വേണോ? ചാമ്പയ്ക്ക. വെറും ചാമ്പയ്ക്കല്ല ട്ടോ. നല്ല പഴുത്ത് തുടുത്ത പനിനീർ ചാമ്പയ്ക്ക. ഉപ്പ് കൂട്ടി കഴിക്കാനും രസാണ്. അതുപോലെ തന്നെ നല്ല പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ചാമ്പയ്ക്കയാണ്. ഇന്നത്തെ പരിപാടി സാറ്റർഡേ ആയിട്ട് കുറച്ച് ചാമ്പയ്ക്കൊക്കെ പറിച്ച് നമ്മൾ നെയ്ബേഴ്സിന് കൊടുക്കുവാണ് ട്ടോ. തോട്ടി വെച്ച് പറിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ വീഴുമ്പോൾ ഇതുപോലെ ക്ഷതം സംഭവിക്കുകയാണ്. അതിനിപ്പോൾ എന്താ പരിപാടി? ഇവിടെ ഒരാളിരുന്ന് ആലോചിക്കുകയാണ്. എന്നാലും ചക്കുവിന് ഒരു ഐഡിയ കിട്ടി. നമ്മുടെ കാർ ഒന്ന് റിവേഴ്സ് എടുത്ത് അതിൻ്റെ മുകളിൽ കയറി നിന്ന് പറിച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയാതെ പറിച്ചെടുക്കാം. ഏത് നമ്മുടെ ചാമ്പ പോലും അറിയാതെ ഇത്ര സോഫ്റ്റ് ആയിട്ട് ചാമ്പയ്ക്ക് പറിച്ചെടുക്കാം. ഇതാവുമ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല അല്ലേ? ചാമ്പമരത്തിൽ ആദ്യത്തെ ട്രിപ്പ് ഉണ്ടായപ്പോൾ എല്ലാം പക്ഷികളും വവ്വാലും കുത്തിക്കൊണ്ടുപോയി. താഴെ വീണത് എങ്ങനെ പറക്കി കഴിക്കാനാ, അതും ഇന്നത്തെ കാലത്ത്. അപ്പൊ എന്താ മേളിൽ തൂങ്ങി കിടക്കുന്നതെന്ന് കൊച്ചു ചോദിക്കുന്നുണ്ട് കേട്ടോ താഴെ നിന്ന്. അവക്ക് കാണുമ്പോൾ ഇതൊക്കെ ഒരു കൗതുകമാണ്. ഇത്തവണ പക്ഷെ നമ്മൾ ചാമ്പ മൊത്തം ക്ലിയർ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെ, പിന്നെ ഉള്ളവനില്ലാത്തവന് കൊടുക്കണം എന്നാണല്ലോ നമ്മുടെ കർത്താവ് വരെ പറഞ്ഞേക്കുന്നത്. ഒരുത്തിനെ ഇവിടെ മേളിലിട്ട് കയറ്റി വിട്ടിട്ട് പറിച്ച ചാമ്പക്കുകളെല്ലാം ഇങ്ങനെ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യിക്കാനുള്ള ഒരു പരിപാടികളാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബക്കറ്റ് നിറയാറായി. എനിക്ക് ആവശ്യം കൂടി കൂടി വന്നു. എന്നെയും കാറിന്റെ മുകളിൽ കയറ്റിയിരുത്തോ എന്ന് പറഞ്ഞു ഇവിടെ ഒരാൾ വാശി പിടിച്ചപ്പോൾ അതേ മുകളിൽ ഇരിക്കുന്നുണ്ട്. ഓരോ ചാമ്പയ്ക്കായിട്ട് എറിഞ്ഞിട്ട് കൊടുക്കുന്നുമുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചാമ്പയ്ക്കൊക്കെ നല്ല ഭദ്രമായിട്ട് എല്ലാവർക്കും പാക്ക് ചെയ്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഒരാൾ മുകളിൽ ഇരുന്നിട്ട് ഇതുവരെ ഓരോ ചാമ്പയ്ക്ക് എണ്ണി 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 എത്തി തരുവാണ് കേട്ടോ. താഴെ ഇറങ്ങാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ കേൾക്കുന്നില്ല. പിന്നെ ബലമായിട്ട് പിടിച്ച് താഴെ ഇറക്കേണ്ട അവസ്ഥയായാലാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ കരച്ചിലും പിഴിച്ചിലും പരിപാടികളെല്ലാം തുടങ്ങി. എന്തായാലും ആളോക്കെ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി തുടച്ച് എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഓരോന്നായിട്ട് തിരിഞ്ഞ് തിരിഞ്ഞ് എടുക്കണം. പച്ച ഏതാ പഴുത്തത്തെ തന്ന് ഇതുപോലെ ആദ്യം വേർതിരിച്ചെടുത്തിട്ട് ഏറ്റവും നല്ല പഴുത്ത നല്ല ചാമ്പയ്ക്കകൾ നോക്കിയിട്ട് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടാസ്ക്. ഞങ്ങളിരുന്ന് തിരിയാൻ തുടങ്ങിയപ്പോൾ ഒരാൾക്ക് ഇതിൻ്റെ ഇടയിൽ എല്ലാത്തിൻ്റെ ഇരുന്ന് വരവണം. ഈ കൊച്ചിനെ എവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണോ? അങ്ങനെ കുഞ്ഞു കുഞ്ഞു കവറുകളിലായിട്ട് നമ്മൾ ഇതുപോലെ കെട്ടി വെച്ചു. 3-4 വീട്ടിൽ കൊടുക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഞങ്ങളൊരു വില്ലയിൽ താമസിക്കുന്നതുകൊണ്ടിട്ട് എല്ലാ വില്ലയിലും ഓരോ കവർ വെച്ചിട്ട് കൊടുക്കാനാണ് ഇന്നത്തെ പരിപാടി. അപ്പൊ എങ്ങനെയാ ശനിയാഴ്ചയായിട്ട് നിങ്ങൾക്കൊക്കെ എന്നാ പരിപാടി? അപ്പൊ എന്തായാലും പരിപാടികളൊക്കെ നടക്കട്ടെ. ഓക്കെ, ബൈ ബൈ.